ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ എൻ്റെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ടിപ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്ലീനിങ്ങിന് പോകുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് തന്നെ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് വരട്ടും മുരിങ്ങാക്കറി തേങ്ങ അരച്ച് വെക്കുന്ന മുരിങ്ങാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൾബ് വെളുത്തുള്ളിയും ഒരു 5-6 പോണ ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അതൊക്കെ വിസിലടിച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കി മുരിങ്ങാക്കറിയിലേക്ക് ഒരു 5-6 പോണ ചെറിയുള്ളി ഒരു 2-3 പോണ വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് തേങ്ങയും അതിലേക്ക് 2-3 പച്ചമുളക് എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളകും 2 ചെറിയുള്ളിയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ടിട്ട് അത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിൽ അത് ചേർത്ത് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങൻ്റെ ഇല അതിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഈ മുരിങ്ങൻ്റെ ഇല നന്നായി വെന്ത് വരട്ടെ കേട്ടോ. അങ്ങനെ മുരിങ്ങൻ്റെ ഇല വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ കറി ഇവിടെ റെഡി ആയിട്ടോ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പൂടിയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ മുരിങ്ങാക്കറി ഇവിടെ റെഡിയായി. അപ്പോഴേക്കും ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അതൊന്ന് ഉള്ളി അതിലേക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നന്നായി വാട്ടിയെടുക്കുക. അത് നന്നായി വാടി വരട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഇതാക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ബീഫ് വരട്ടും റെഡിയായി. ഇനി ഇത് വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. അതിന് ശേഷം ബെഡൊക്കെ ഒന്ന് വിരിച്ച് ഒക്കെ അടക്കി പൊറുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് മാറാല തട്ടിയെടുത്തു കേട്ടോ. പിന്നെ മാറാല ഇടയ്ക്ക് ഇങ്ങനെ വരുമല്ലോ, അത് ഇങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ കർട്ടനൊക്കെ ഒന്ന് പൊക്കിയിട്ട് ജനലൊക്കെ ഒന്ന് തട്ടി കൊടുത്തു. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈ ഓടിക്കുകയാണെങ്കിൽ മാറാലയും പൊടികളൊക്കെ വരാനൊക്കെ ചെറിയ ചാൻസുകളുണ്ടാവും കേട്ടോ. ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഈ പൊടി തട്ടിയെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യമില്ലല്ലോ.
അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേലും ഇങ്ങനെയൊക്കെ ചെയ്താലില്ലേ വീടെപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്യൂല, ഓരോ ഏരിയ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യേക്കാരം. അപ്പോൾ ഇന്ന് ഹാളിൽ ആണെങ്കിൽ നാളെ മറ്റൊരു റൂം, അങ്ങനെ ഓരോ ദിവസം ഓരോ റൂം വെച്ചിട്ട് ചെയ്ത് തീർക്കും കേട്ടോ. അങ്ങനെ ഓരോ ഏരിയ നമ്മൾ കവർ ചെയ്ത് പോയാൽ അപ്പോൾ വീടെപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ. ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് പൊടി തട്ടിയതിന് ശേഷം അവിടെ നന്നായി അടിച്ചു വാരിടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെയും ഡൈനിങ് ഹാളും അതുപോലെ തന്നെ ലിവിങ് ഏരിയ ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പൊടി ജനലൊക്കെ കർട്ടനൊക്കെ പൊക്കിയിട്ട് ജനലൊക്കെ തട്ടി കൊടുത്തിട്ടോ. അതിന് ശേഷം ഇവിടെ ഈ ചെയറൊക്കെ നീക്കി കൊടുത്തിട്ട് അതിൻ്റെ ടേബിളിൻ്റെ അടിയൊക്കെ നന്നായി അടിച്ചു വാരുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡെയിലി നീക്കി അടിച്ചു വാരുന്നില്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ നീക്കിയിട്ട് അടിച്ചു വാരുക, എന്നിട്ട് അവിടെ നന്നായി തുടച്ചെടുക്കും ചെയ്യുക. വെള്ളം കൂട്ടിയിട്ട് തുടക്കുക, അതിന് ശേഷം പിഴിഞ്ഞിട്ടും തുടക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ലിവിങ് ഏരിയക്ക് വന്നിട്ടുണ്ട്. അവിടെയും ജനലൊക്കെ ജനലിൻ്റെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ജനലൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചുമരിൻ്റെ സൈഡ് കൂടി ഒക്കെ മാറാലകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് സാധനങ്ങളും എല്ലാതും നോക്കിയിട്ട് അവിടെ എല്ലാതും ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ, പൊടി തട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ വാളിൽ ഹാങ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നന്നായി തുടക്കാനും ഒക്കെ ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ചെയ്താലുള്ളൂ നമ്മളെ ക്ലീനിങ് ഒന്ന് ഫുള്ളാവുള്ളൂ. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാതും തുടച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാത്തിലും ഉണ്ടാവും ചെറിയ ചെറിയ പൊടികളുണ്ടാവും നമ്മൾ കാണാതെ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമ്മളെ വീടെപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി റൂട്ടീനിലൊന്നും ഇപ്പോൾ സോഫ നീക്കിയിട്ടൊന്നും അടിച്ചു വാരാൻ പറ്റില്ല, അതൊക്കെ ഭയങ്കര വെയിറ്റാണല്ലോ, അതൊക്കെ നീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വീക്കിലോ അല്ലെങ്കിൽ മന്ത്ലിയെങ്കിലും സോഫയൊക്കെ നീക്കിയിട്ട് അടിച്ചു വാരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ അടിച്ചു വാരിയിട്ട് അവിടെ ഒന്ന് തുടച്ചെടുക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് കിടന്നോളൂ കേട്ടോ. ഞാൻ അതൊക്കെ നീക്കി അവിടെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീട് മൊത്തത്തിൽ അടിച്ചു വാരിട്ടു കേട്ടോ. അതിന് ശേഷം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു ലിക്വിഡ് എന്തെങ്കിലും സ്മെല്ലിന് എന്തെങ്കിലും ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ജനലിലും എല്ലാതും മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ജനലും ഒക്കെ തുടച്ചെടുക്കുമ്പോൾ അതിമല്ല പൊടികളൊക്കെ ഒന്ന് പോരുമല്ലോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കട്ടെ എല്ലാ ജനലുകളും കേട്ടോ.
ഇത് ചില്ലൊക്കെ തുടക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു ഡബ്ബർ ടൈപ്പാണ് കേട്ടോ ഇത്. എന്നാലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഒരു അടയാളമൊന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് തുടച്ചാൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചില്ലൊക്കെ അത് വെച്ചിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിലൊക്കെ നന്നായി പൊടി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ വീക്കിലെങ്കിലും ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കാണാൻ ഒരു വൃത്തികേടായിക്കാരം. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. പിന്നെ അതിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് തുടച്ചിട്ട് ആണ് കേട്ടോ ഞാൻ അതിലേക്ക് എടുത്ത് വെക്കുന്നത്. നമ്മളെന്ത് ഡെക്കറേറ്റിന് വെക്കുകയാണെങ്കിലും അതൊന്ന് തുടച്ചെടുത്താലുള്ളൂ അത് കാണാൻ തന്നെ ഭംഗി ഉണ്ടാവുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് എടുക്കുകയാണെങ്കിലും അത് ഓക്ക് വേണം, അത് വെച്ചിട്ട് ഓക്കും. ഇപ്പം ഞാൻ തുടക്കാൻ നിന്നപ്പോൾ ഓക്ക് ഒരു കഷ്ണം വേണം എന്നിട്ട് അപ്പം ഞാൻ ഓക്കും ഒരു ടവൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് അവളും തുടക്കുകയാണ്. പക്ഷേ ആകെ മൊത്തത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. നമ്മളകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുമല്ലോ, അതിനൊക്കെ നമ്മൾ വെക്കണമെങ്കിൽ അതിൻ്റെ ലീവ്സൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തോത്തി കൊടുക്കണം കേട്ടോ. എന്നാലുള്ള അത് കാണാൻ നല്ല ഭംഗിയായിട്ട് എടുക്കുള്ളൂ. ഈ ലീവ്സൊക്കെ നല്ല തിളങ്ങി നിൽക്കാൻ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും അതിൻ്റെ ലീവ്സൊക്കെ എടുത്ത് നിന്ന് തുടച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ചില്ലും എല്ലാം മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടോ. ഇനി ഞാൻ ടേബിളിൻ്റെ അടിയൊന്ന് വെള്ളം നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് വെള്ളം കൂട്ടി തുടച്ചു, അതിന് ശേഷം പിഴിഞ്ഞിട്ടൊന്ന് തുടച്ചു കേട്ടോ. ഞാനത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓരോ ചെയറും നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ. ടേബിളൊന്ന് തുടച്ചു. എന്നിട്ട് ചെയറൊക്കെ നന്നായി തുടച്ചിട്ട് അതിലേക്ക് നീക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ചെയറൊക്കെ ഇതിലൊക്കെ ചെറിയ ചെറിയ പൊടികളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ ഇടയ്ക്ക് ഇങ്ങനെ തുടക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റാവും കേട്ടോ. അതുപോലെ തന്നെ ടീപ്പോയി, സോഫ ഒക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഏരിയയിലെ അവിടെ ഒന്നുകൂടി കോൺസെൻട്രേഷൻ ചെയ്ത് തുടക്കുക. അങ്ങനെ നമ്മൾ ഓരോ ഏരിയ കവർ ചെയ്ത് വരുന്ന സമയത്തില്ലേ നമ്മൾ വീട് മൊത്തം നല്ല നീറ്റായിട്ട് എപ്പോഴും കടന്നോളും. അപ്പോൾ അതിന് വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ തുടച്ചെടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ നല്ല അടിപൊളി മുരിങ്ങക്കറിയും ബീഫ് വരട്ടും ഒക്കെ കൂട്ടി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി അറിയിക്കുക കേട്ടോ.
താങ്ക് യു ഫോർ വാച്ചിങ്.